ഓം ആഴമേറും നിന്മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ചിത്സ്വരൂപികളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം ശുദ്ധജലത്തിൽ കുളിക്കണം, ശുദ്ധവസ്ത്രങ്ങൾ ധരിക്കണം. നിത്യവും ശുദ്ധജലത്തിൽ കുളിക്കണം. ഇന്ദ്രിയങ്ങൾ, പല്ല്, നഖം മുതലായവ വൃത്തിയാക്കണം. അലക്കിയെടുത്ത വസ്ത്രങ്ങൾ ധരിക്കണം. പ്രിയരെ, ഒരിക്കൽ ഇത് കൊട്ടാരത്തിലെ പൂന്തോപ്പിൽ പരിചാരകന്മാരുടെ പ്രത്യേകം പരിചരണത്തിൽ വളർന്ന മാവിൽ നിന്നും വീണ് കിട്ടിയ മാമ്പഴമാണ്. നല്ല നിറവും വലിപ്പവും ആകൃതിയും മണവുമൊക്കെ ഈ മാമ്പഴം മറ്റെല്ലാ മാമ്പഴത്തെയും ജയിച്ചിരിക്കുന്നു. ഒരു പരിചാരകൻ രാജാവിനെ മുഖം കാണിച്ചു പറഞ്ഞു. രാജാവിനും അത് നന്നേ ഇഷ്ടപ്പെട്ടു. അതിന്റെ രുചിയറിയുവാൻ അദ്ദേഹത്തിന് തിടുക്കവുമായി. പരിചാരകൻ ആ മാമ്പഴം ഒരു തളികയിൽ വെച്ച് മുറിച്ചു. അതിൽ നിന്ന് ചെറുതും വലുതുമായ പുഴുക്കൾ വലിഞ്ഞിഴഞ്ഞു തൂങ്ങുന്നത് കണ്ട രാജാവ് ആ മാമ്പഴം പുഴയിലേക്ക് വലിച്ചെറിയുവാനും പൂന്തോപ്പിൽ നിന്ന് ആ മാവ് മുറിച്ചു മാറ്റുവാനും കൽപ്പിച്ചു. എത്ര നല്ല വസ്തുവായാലും അത് കെട്ടതായാൽ ഉപയോഗശൂന്യമായി തീരും. മനുഷ്യന്റെ കാര്യത്തിലായാലും ഇതിന് മാറ്റമില്ല. അതിനാൽ ശുദ്ധി എന്നത് ഏതൊരാൾക്കും വളരെ പ്രധാനമാണ്. 5 തരം ശുദ്ധികൾ മനുഷ്യൻ പാലിക്കണമെന്ന് ഗുരുക്കന്മാർ ഉപദേശിച്ചിരിക്കുന്നു. ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി എന്നിവയാണ് ഈ ശുദ്ധികൾ. ഇതിൽ ശരീരശുദ്ധി പ്രാഥമികമായ ശുദ്ധിയാണ്. ദിവസവും ശുദ്ധവെള്ളത്തിൽ കുളിക്കണം. ശൗചാദി കാര്യങ്ങളിൽ വൃത്തിയും വെടിപ്പുമുണ്ടായിരിക്കണം. അഴുക്കടിഞ്ഞുകൂടുന്ന ശരീരത്തിന്റെ ബാഹ്യമായ എല്ലാ അവയവങ്ങളും അഴുക്കു നീക്കി ശുദ്ധമാക്കി വെക്കണം. ശരീരത്തിന് ആവശ്യമായ ആഹാരം വായിലൂടെയാണ് പ്രവേശിക്കുന്നതെന്നതിനാൽ വായും പല്ലും നാവും ശുചിയാക്കി വെക്കണം. കൈകാലുകളിലെ നഖങ്ങളിൽ അഴുക്കിരിക്കാതെ ശ്രദ്ധിക്കണം. നിത്യവും അലക്കിവെച്ച വസ്ത്രങ്ങൾ ധരിക്കണം. ഇങ്ങനെ ദേഹശുദ്ധികൾ ഉണ്ടായിരുന്നാൽ ഒരിടത്തു നിന്നും മാറി നിൽക്കണമെന്ന് ആരും പറയുകയില്ല. സ്നേഹപൂർവം, രഞ്ജൻ, കയനാടത്ത്.